ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഗ്നൻ്റ് ആകുന്ന ഒരു സ്ത്രീക്ക് ശരീരത്തിൽ സംഭവിക്കുന്ന ഒരുപാട് മാറ്റങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രഗ്നൻ്റ് ആകുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന വേദനയെ പറ്റിയിട്ടാണ്, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വേദനയെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഏർലി പ്രഗ്നൻസി സ്റ്റേജിൽ ഒരു സ്ത്രീക്ക് ഏതെല്ലാം തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് നോക്കുക. അതിൽ ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ ഏർലി പ്രഗ്നൻസി സ്റ്റേജിൽ ഉണ്ടാകുന്ന വീഡിയോസ് ഏതൊക്കെയാണ്, ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഒരുപാട് സ്ത്രീകൾക്ക് പലതരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ നേരത്തെ നമ്മളുടെ ഗ്രാൻഡ് മദേഴ്സിനും നമ്മുടെ മദേഴ്സിനും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന സോക്കോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങളായിട്ടുള്ള തലകറക്കം, ഛർദിൽ, നെഞ്ചരിച്ചിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളല്ലാതെ നമ്മളുടെ ജീവിത രീതിയിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടും നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള വിയേർഡായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഓരോ സ്ത്രീകൾക്കും ഉണ്ടാകാറുണ്ട്. ഈ പ്രഗ്നൻസി ലക്ഷണങ്ങളൊക്കെ കാണുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ശരീരത്തിന് ചെറിയൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രഗ്നൻസി ഒന്ന് സർവൈവ് ചെയ്തിട്ട് മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിനെ ഒന്ന് സഹായിക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയുള്ള പ്രഗ്നൻസി ലക്ഷണമായിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. തുടക്കത്തിൽ തന്നെ പറയാം, ഇങ്ങനെയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളൊക്കെ കാണുമ്പോഴേക്കും നിങ്ങൾ ശരീരം ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിങ്ങളത് പ്രഗ്നൻസി ആയിട്ടില്ല, അല്ലെങ്കിൽ ഈ മാസവും പീരിയഡ്സ് ആയിരിക്കും വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കാതിരിക്കുക കേട്ടോ. നമ്മൾ പറയത്തക്ക രീതിക്കുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ ലക്ഷണങ്ങളൊക്കെ കാണാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പ്രഗ്നൻസി ആയില്ല എന്ന് വിചാരിച്ച് കൂടുതലായിട്ട് ടെൻഷൻ ആയി കഴിഞ്ഞാൽ അതുമൂലം നിങ്ങളുടെ ശരീരത്തിൽ സ്ട്രെസ് കൂടുതലായിട്ട് കൂടും, സ്ട്രെസ് ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ആകും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി പ്രഗ്നൻസി ആയിട്ടുണ്ടെങ്കിൽ കൂടി തന്നെയും അത് മിസ്കാരേജ് ആയി പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഒരുപാടാണ്. അപ്പോൾ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ കേൾക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് കേൾക്കുക. ഈ ലക്ഷണം നിങ്ങൾക്കുണ്ടെങ്കിൽ ശരീരത്തിനെ ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം പിന്നീട് ആ ഒരു വീഡിയോ അങ്ങോട്ട് വിടുക കേട്ടോ. ആ രീതി നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലക്ഷണം ഏതാണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഗ്രോയിൻ പെയിനിനെ പറ്റിയിട്ടാണ്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് പലതരത്തിലുള്ള വേദനകൾ ഉണ്ടാകും. അബ്ഡോമൻ ഭാഗത്ത് വേദന ഉണ്ടാകും, അതുപോലെ ബ്രസ്റ്റിന്റെ ഭാഗത്ത് പെയിൻ ഉണ്ടാകും, അതുപോലെ കാലില് വേദന ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു പെയിനാണ് ഗ്രോയിൻ പെയിൻ എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ അബ്ഡോമൻ, അതായത് നമ്മളുടെ അടിവയറിന്റെ ഭാഗത്തിനും തൈസ്, നമ്മുടെ ആ ഒരു തൊടയുടെ ഭാഗം തുടങ്ങില്ലേ, ആ ഭാഗത്തിനും ഇടയിലുള്ള ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഗ്രോയിൻ എന്നൊരു ടേം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അതായത് ആ ഒരു അവയവത്തിന്റെ പേരാണ് ഗ്രോയിൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഇമേജ് ഞാൻ ഇവിടെ കൊടുത്തേക്കാട്ടെ. ഇമേജിന് കോപ്പിറൈറ്റ് വരുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇമേജ് നോക്കിയിട്ടപ്പോഴേക്കും ശരിക്കും ഫീമെയിൽ അനാട്ടമി, ഫീമെയിലിന്റെ ബോഡി പാർട്ട് എല്ലാം കൂടി വെച്ചിട്ടുള്ളൊരു ഇമേജാണ് ഞാൻ കണ്ടത്. അതിന്റെ ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇടാം. കോപ്പിറൈറ്റ് വരുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ആ ഒരു വജൈനൽ ഏരിയ ഉണ്ടാവുമല്ലോ, ഈ വജൈനൽ ഏരിയയുടെ ആ ഒരു സ്കിന്നിന് മുമ്പുള്ള നമ്മുടെ ആ ഒരു ഇടുപ്പിന് താഴെയുള്ള ഒരു ഭാഗം പറയില്ലേ, അതാണ് നമ്മുടെ ആ ഒരു വജൈനൽ ഇരിക്കുന്ന ആ ഒരു പോർഷൻ. അതാണ് ശരിക്കും ഒരു ഗ്രോയിൻ പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഈ ഗ്രോയിൻ പെയിൻ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ പ്രഗ്നൻസി ആകുമ്പോഴേക്കും, ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രഗ്നൻസി ആകുന്നു എന്ന് നോക്കാം. നമ്മളൊരു പ്യൂബേർട്ടി സ്റ്റേജിൽ നമുക്ക് ആർത്തവം തുടങ്ങിയിട്ടുള്ള ഒരു സ്റ്റേജ് മൂലം നമ്മുടെ യൂട്രസ് ഒക്കെ വളർന്ന് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് അവയവങ്ങൾ വളരുമ്പോഴേക്കും അതിന് മാറ്റം ഉണ്ടാകും. പക്ഷേ ഒരു ഫസ്റ്റത്തെ പ്രഗ്നൻസിയുടെ ഒരു സമയത്തിനൊക്കെ പറയുമ്പോഴേക്കും യൂട്രസ് എങ്ങനെയാണോ നമ്മൾ ഒരു പ്യൂബേർട്ടി സ്റ്റേജിൽ നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് ഒരു വലിപ്പം ഉണ്ടാകുന്നത്, ആ ഒരു വലിപ്പം മാത്രമേ നമ്മളുടെ ഒരു ഗർഭപാത്രത്തിന് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ അതിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ് വഴി യാത്ര ചെയ്ത് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് നമ്മുടെ യൂട്രസിനകത്തേക്ക് ഇംപ്ലാന്റേഷൻ നടന്നു വരുമ്പോഴേക്കും, ഇംപ്ലാന്റേഷൻ നടന്ന് ഈ ഒരു എഗ്ഗ് വളർന്ന് ഒന്ന് ഗ്രോ ആയി തുടങ്ങുമ്പോഴേക്കും ആ മാറ്റം നമ്മളുടെ യൂട്രസിന് ഉണ്ടാകും. നിങ്ങൾ യൂട്രസിന്റെ ഇമേജ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കും, തീരെ ചെറുതാണ്. നമ്മുടെ ആ ഒരു കുഞ്ഞിനെ വഹിക്കുന്നതിന് മുൻപ് യൂട്രസ് എന്ന് പറയുന്ന ശരീരഭാഗം തീരെ ചെറുതാണ്. ഈ ഒരു ശരീരഭാഗം കുഞ്ഞ് ഇംപ്ലാന്റേഷൻ നടന്ന് അവിടെ ഫെർട്ടിലൈസേഷൻ ഒക്കെ നടന്ന് ഇംപ്ലാന്റേഷൻ ഒക്കെ നടന്ന് അവിടെ എത്തുമ്പോഴേക്കും ഇത് ഗ്രോ ആകാനായിട്ട് തുടങ്ങും. ഇതിങ്ങനെ ഗ്രോ ആയി തുടങ്ങുമ്പോഴേക്കും അതിനനുസരിച്ച് നമ്മുടെ യൂട്രസ് ഒന്ന് എക്സ്പാൻഡ് ആവണം. ഈ ഒരു എക്സ്പാൻഷൻ യൂട്രസിൽ ഉണ്ടാവുമ്പോൾ യൂട്രസിന് ചുറ്റുമുള്ള മസിൽസും ലിഗമെന്റ്സ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകും. ഇതേ സ്ട്രെച്ചിങ് എഫക്ട് തന്നെയാണ് ആ ഒരു ഗ്രോയിൻ പെയിനും കാരണമാവുന്നത്. നമ്മുടെ പ്യൂബിക് ഏരിയയിലുള്ള ജോയിന്റ്സും ലിഗമെന്റ്സും ഒക്കെ ഒന്ന് വൈഡ് ആകാനായിട്ടും ഒന്ന് റിലാക്സ് ആവാനായിട്ടും ഒക്കെ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഗ്രോയിൻ പെയിൻ നമുക്ക് ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് മാത്രമല്ല, ഈ ലിഗമെന്റ്സ് ഒക്കെ സ്ട്രെച്ച് ആകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പെൽവിസിലെ മസിൽസിലോട്ടൊക്കെ ഒരു പുഷിംഗ് എഫക്ട് കിട്ടും. നമുക്ക് ഒരു അടിവയറ് വേദന വന്നു കഴിഞ്ഞാൽ പലർക്കും ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ആ ഒരു യോനി ഭാഗത്തൊക്കെ ഈ ഒരു പ്രഷറും വേദനയും ഉണ്ടാകും. ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഉണ്ടാവുന്നത് ഈ ഒരു സ്ട്രെച്ചിങ് എഫക്ട് മൂലം. ഇതിങ്ങനെ വലുതാവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഇതേ പെയിനും ആ ഒരു പ്രഷറും നമ്മുടെ താഴോട്ടുള്ള ഭാഗങ്ങളിലോട്ടും ഈ ശരീര അവയവം കൊടുത്തുകൊണ്ടിരിക്കും.
ഈ പ്രഷർ വരുന്നത് കൊണ്ടാണ് പലർക്കും ഗ്രോയിൻ പെയിൻ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ. ബേസിക് ആയിട്ട് ഉണ്ടാകുന്ന ഒരു മെക്കാനിസം ആണിത്. ഗ്രോയിൻ ഭാഗത്ത് കുഞ്ഞ് വളരുന്ന എഫക്റ്റ് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ കൂടി തന്നെയും ആ ഒരു പ്രഷർ, ഒരു പുള്ളിങ് എഫക്റ്റ് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു സെൻസേഷൻ കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. പല സ്ത്രീകൾക്കും ഏർലി സ്റ്റേജിൽ തന്നെ ഈ വ്യത്യാസങ്ങളൊക്കെ കണ്ടുവരാം. ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു പെയിൻ വേഴ്സ് ആയിട്ട് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഭയങ്കര കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് നമ്മുടെ ലാസ്റ്റത്തെ ഒരു ട്രൈമസ്റ്റർ ആയിരിക്കും. കാരണം കുഞ്ഞ് അത്രത്തോളം ഗ്രോ ആയി, അപ്പോൾ ഒരു പ്രഷർ നമുക്ക് ആ ഭാഗത്ത് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി ഏർലി സ്റ്റേജിൽ ഏതൊക്കെ സർക്കംസ്റ്റൻസസിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ബെഡിൽ കിടന്നിട്ട് ഇങ്ങനെ ഉരുണ്ട് അപ്പുറത്തോട്ട് നമ്മൾ നീങ്ങി പോവുകയാണെങ്കിൽ ഇങ്ങനെ ആ ഒരു ഉരുളിച്ച നമുക്ക് വരുമ്പോഴേക്കും പെട്ടെന്ന് ആ ഒരു സമയത്ത് നമുക്കിങ്ങനെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു വേദന ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യാം. പിന്നീട് നമുക്കുണ്ടാകുന്ന മറ്റൊരു സർക്കംസ്റ്റൻസ് എന്ന് പറയുന്നത്, നമ്മൾ പെട്ടെന്ന് കസേരയിൽ ഇരുന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേൽക്കുകയാണെങ്കിൽ ആ സമയത്തും ഭയങ്കരമായിട്ടൊരു പെയിൻ നമുക്ക് അനുഭവപ്പെടാം കേട്ടോ. അത് മാത്രമല്ലാതെ ഒരു ഗ്രോയിങ് പെയിൻ നമുക്ക് ഇപ്പോൾ തുടർച്ചയായിട്ട് കുഞ്ഞിങ്ങനെ വളരുന്നതിന്റെ ആ വളർച്ച എത്തുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതൊന്ന് വിസിബിൾ ആകാൻ, സ്കാനിങ്ങിലൊക്കെ വിസിബിൾ ആകാൻ പാകത്തിന് കുഞ്ഞൊന്ന് ഗ്രോ ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് അപ്പോഴും ഈ ഒരു സ്റ്റേജ്, ഏർലി സ്റ്റേജിൽ തന്നെ പലർക്കും ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനൊന്ന് റെസ്റ്റ് കൊടുക്കുക. ഇരുന്നിട്ട് എഴുന്നേക്കുന്ന സമയങ്ങളിലൊക്കെ പെയിൻ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പെയിൻ തന്നെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കിടന്നുരുളേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ഫീലിംഗ് നമുക്ക്, സെൻസേഷൻ നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശരീരത്തിനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഒരുപാട് പേർക്ക് ഇംപ്ലാന്റേഷൻ പെയിൻ ഇല്ലാതെ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ ലക്ഷണങ്ങളില്ലാതെ ആദ്യത്തെ 3 മാസം ഛർദിൽ എന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യം പോലും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. പലരുമൊക്കെ പീരിയഡ്സ് ഒക്കെ ഒന്ന് PCOD ഉള്ളതുകൊണ്ട് 2 മാസമൊക്കെ പീരിയഡ്സ് മിസ്സായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ അവർ പോസിറ്റീവ് ആണ് എന്നുള്ള കാര്യം തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ ഇത്തരത്തിൽ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് ശരീരത്തിൽ വരുമ്പോൾ അത് ശ്രദ്ധിക്കുക. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉരുളേണ്ട ആവശ്യമില്ല. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കസരുന്ന ഞൊടിയിടയിൽ എഴുന്നേക്കേണ്ട ആവശ്യവുമില്ല. കാരണം നമ്മൾ തന്നെ ഇപ്പൊ തിങ്ക് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് വേദന വരാനായിട്ട് തുടങ്ങും. അങ്ങനെയൊന്നുമല്ലാതെ നിങ്ങൾ കൂളായിട്ട് ആ ഒരു ജീവിതം ലൈഫ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സെൻസേഷൻ വരുന്നുണ്ടെങ്കിൽ ആ ഗ്രോയിൻ പെയിൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് പ്രഗ്നൻസി ആയതിന്റെ ഒരു റീസണും കൂടി കൊണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ആ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. നിങ്ങളുടെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണം എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുക. കൂടുതൽ ജോലി നമ്മൾ ചെയ്യാതെ ശരീരത്തിന് വേണ്ടുന്ന പ്രോപ്പർ കെയർ നമ്മൾ ആ ഒരു സമയത്ത് കൊടുക്കുക കേട്ടോ. അതിനർത്ഥം ജോലി ചെയ്യാതെ ഇംപ്ലാന്റേഷൻ കഴിയുന്നതിന് ശേഷം മടി പിടിച്ചിരിക്കാനല്ല. ഫിസിക്കലി നമ്മൾ ആക്റ്റീവ് ആകണം, പക്ഷെ നമ്മളൊന്ന് തളരുന്ന സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നമ്മൾ ശരീരത്തിന് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് റെസ്റ്റും കൂടി കൊടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.